നമസ്കാരം. അയോധ്യയിൽ പൂജിച്ച അക്ഷതം ഭാരതമെങ്ങും വിതരണം ചെയ്യുന്ന ചടങ്ങ് ഏതാനും ദിവസങ്ങളിലായി നടന്നു വരികയാണ്. ഈ അവസരത്തിൽ അക്ഷതം എന്നാൽ എന്താണ്, അതിൻ്റെ അനുഷ്ഠാനപരവും താന്ത്രികവുമായ പ്രാധാന്യമെന്ത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഹൈന്ദവരുടെ മിക്ക അനുഷ്ഠാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു പൂജാദ്രവ്യമാണ് അക്ഷതം. അക്ഷതം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷതം വരാത്തത് അഥവാ പൊട്ടാത്തത് എന്നാണ്. പൂജാതി കർമ്മങ്ങളിൽ പഞ്ചഭൂതങ്ങളിൽ അധിഷ്ഠിതമായ തത്വങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. അക്ഷതം ഒരേ സമയം തന്നെ പൃഥ്വി എന്ന തത്വത്തെയും ആകാശം എന്ന തത്വത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതുകൊണ്ട് ആകാശതത്വമായിട്ടുള്ള പുഷ്പമില്ലെങ്കിൽ പോലും അക്ഷതം കൊണ്ട് പൂജ പൂർത്തിയാക്കാം എന്നാണ് ആചാര്യമതം. ദേശവ്യത്യാസമനുസരിച്ച് അക്ഷതം തയ്യാറാക്കുന്നതിലും ഉപയോഗിക്കുന്നതിലും വ്യത്യാസമുണ്ട്. കേരളീയ സമ്പ്രദായം അനുസരിച്ച് ഉണക്കല്ലരി, നെല്ല് ഇവ 2:1 എന്ന അനുപാതത്തിൽ കൂട്ടിച്ചേർത്താണ് അക്ഷതം തയ്യാറാക്കുന്നത്. അതായത് 2 നാഴി ഉണക്കല്ലരി എടുത്താൽ 1 നാഴി നെല്ല് ചേർക്കാം. ഇവ രണ്ടും കൂടി കൂട്ടിക്കലർത്തിയാൽ അക്ഷതമായി. തമിഴ്നാട്ടിൽ ഉണക്കല്ലരിക്ക് പകരം പച്ചരിയാണ് ഉപയോഗിക്കുക. അവിടെ നെല്ല് ഉപയോഗിക്കാറില്ല. പച്ചരിയിൽ മഞ്ഞൾപ്പൊടിയോ കുങ്കുമമോ ചേർത്ത് ഉപയോഗിക്കാറാണ് പതിവ്. ഉത്തരേന്ത്യയിൽ അവിടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ധാന്യമായ ഗോതമ്പാണ് അക്ഷതത്തിന് ഉപയോഗിക്കുക. ഗോതമ്പ് മണികളിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമം ചേർത്ത് ഉപയോഗിക്കും. ഏത് ധാന്യമായാലും അത് പൊട്ടാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന സ്വഭാവം. കേരളത്തിലെ പൂജാ സമ്പ്രദായങ്ങൾ താന്ത്രിക പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് നെല്ലിനെ സ്വർണമായിട്ടും അരിയെ വെള്ളിയായിട്ടും കണക്കാക്കാറുണ്ട്. പൂജയിൽ വസ്ത്രം, ഉത്തരീയം, ആഭരണം മുതലായ ദ്രവ്യങ്ങളുടെ അഭാവത്തിൽ അവയ്ക്ക് പകരം അക്ഷതം സമർപ്പിക്കാറുണ്ട്. മലയാള സമ്പ്രദായത്തിൽ കടുകും എള്ളും ചേർത്ത് വിശേഷമായി അക്ഷതം ഉപയോഗിക്കാറുണ്ട്. അരിക്ക് പകരമാണിത്. അതായത് ഏത് തരത്തിലുള്ള ധാന്യം വേണമെങ്കിലും നമുക്ക് അക്ഷതം തയ്യാറാക്കാൻ ഉപയോഗിക്കാം. സാധാരണയായി ഓരോ ദേശത്തും അവിടവിടെ സുലഭമായ ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. ധാന്യമണികൾക്ക് പൊട്ടലുണ്ടാകാൻ പാടില്ല എന്നത് നിർബന്ധമാണ്. സാധാരണ പൂജാവേളയിലും പൂജാവസാന സമയത്തും അല്ലാതെയും അനുഗ്രഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമം അക്ഷതമാണ്. അക്ഷതം കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് ധ്യാനിക്കുകയോ ജപിക്കുകയോ ചെയ്ത ശേഷം ആളുകളിലേക്ക് വിതറിയാണ് അത് ചെയ്യുന്നത്. ഓരോ ആളുകൾ പൂജകളിൽ ചെയ്യുന്ന സങ്കല്പങ്ങൾ, പ്രാർത്ഥനകൾ ഇവ ദേവനിലേക്ക് ചേർക്കാൻ വേണ്ടി അക്ഷതം ഉപയോഗിക്കും. പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് അക്ഷതം കൊടുത്തിട്ട് അക്ഷതത്തിലേക്ക് ആ പ്രാർത്ഥനകൾ എത്തിച്ച് മൂർത്തിയിലേക്ക് സമർപ്പിക്കുന്നു. പൂജ കഴിഞ്ഞ് തിരികെ കിട്ടുന്ന അക്ഷതം വഴിപാടാംശം പോലെ തന്നെ പാവനവും പരിശുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ പൂജിച്ച അക്ഷതം പുണ്യമാർന്നതും പവിത്രമായി സൂക്ഷിക്കേണ്ടതുമാണ്. നന്ദി, നമസ്കാരം.